കേരളത്തിലെ ഭരണകക്ഷിയായിട്ടുള്ള CPM-നെ പുകഴ്ത്തിയതിനു ശേഷം ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ ഉലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായി സാധിക്കുന്നത്. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിലുണ്ട്. ലോക്സഭ തിരുവനന്തപുരത്തെ അദ്ദേഹം MP ആണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം തന്നെ പറയുന്നത്. എന്നാൽ ഹൈക്കമാൻഡ് ശശി തരൂരിന്റെ യാതൊരുവിധ നീക്കത്തിനും വഴങ്ങണ്ട എന്നുള്ള നിലപാടാണ് എടുത്തത്. ശശി തരൂർ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾക്കൊന്നും ഹൈക്കമാൻഡ് വഴങ്ങണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ വഴികളുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം CPM-ലേക്ക് പോകുമോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ, EP ജയരാജൻ, MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള പല ആൾക്കാരും ശശി തരൂരിനെ അകമഴിഞ്ഞ് പുകഴ്ത്തുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം CPM-ൽ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയുമ്പോഴും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലാവുകയാണ്. അദ്ദേഹം BJP-യുടെ നേതാവായിട്ടുള്ള കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കൂടെ നിന്ന് ചിരിച്ചുകൊണ്ടെടുത്തിരിക്കുന്ന സെൽഫിയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുടെ ഗതി തന്നെ മാറ്റിവിട്ടിരിക്കുന്നത്. ഇന്ത്യ-UK വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ശേഷം വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറി ഓഫ് ട്രേഡ് ജൊനാഥൻ റെയ്നോൾസിനുമൊപ്പമുള്ള ഒരു ഫോട്ടോ കോൺഗ്രസ് MP ശശി തരൂർ ചൊവ്വാഴ്ച രാവിലെ X-ൽ പങ്കുവച്ചിരുന്നു. എന്തായാലും ഇതോടുകൂടി BJP-യുമായുള്ള അദ്ദേഹത്തിന്റെ അകൽച്ച മാറുകയാണ് എന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് 4 തവണ MP ആയിട്ടുള്ള തരൂർ വിശാലമായ പുഞ്ചിരിയോടുകൂടി ഗോയലിനൊപ്പവും റെയ്നോൾസിനും ഒപ്പം നിൽക്കുന്നതായാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത്: ഗുഡ് ടു എക്സ്ചേഞ്ച് വേർഡ്സ് വിത്ത് ജൊനാഥൻ റെയ്നോൾസ്, ബ്രിട്ടൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഓഫ് ബിസിനസ് ആൻഡ് ട്രേഡ് ഇൻ ദ കമ്പനി ഓഫീസ്, ഇന്ത്യൻ കൗണ്ടർ പാർട്ട് കൊമൻസ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പീയൂഷ് ഗോയൽ. ദ ലോങ് സ്റ്റാൾഡ് FTA നെഗോഷിയേഷൻസ് ഹാവ് ബീൻ റിവൈവ്ഡ് വിച്ച് ഈസ് മോസ്റ്റ് വെൽക്കം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷത്തിൽ ശശി തരൂർ വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധി ഇരട്ടിയാക്കുന്ന രീതിയിലാണ് ശശി തരൂരിന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിന് കീഴിൽ സംസ്ഥാനത്തെ സംരംഭക വളർച്ചയെ പ്രശംസിച്ച് അദ്ദേഹം ഒരു ലേഖനം എഴുതിയിരുന്നു. ആ ലേഖനമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കോൺഗ്രസ് കാണുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ ശശി തരൂർ BJP-യിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഗുണമാണോ ദോഷമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ശശി തരൂർ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി മാറിക്കഴിഞ്ഞാൽ എന്തായാലും അദ്ദേഹത്തിന്റെ MP സ്ഥാനം പോകും. അങ്ങനെ ഒരു നിയമമുണ്ട്, കൂറുമാറ്റ നിയമം. അങ്ങനെ ആ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് MP സ്ഥാനം പോകും. തിരുവനന്തപുരത്ത് ശശി തരൂർ MP അല്ലാതായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ശക്തിയുള്ള പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ശശി തരൂരിനോട് 15,000 വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ അവിടെ നിർത്താൻ ശക്തനായിട്ടുള്ള, തരൂർ അല്ലാതെ ശക്തനായിട്ടുള്ള ഒരു സ്കോളർ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്നാൽ BJP അവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതാണ് BJP-ക്കുള്ള നേട്ടം എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.